വണക്കം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ പുതിയ ഒരു ടൈറ്റിൽ ടീസർ റിലീസായിരിക്കുകയാണ്. ഏത് ടൈറ്റിൽ ടീസർ എന്നാണ് ചോദ്യമെങ്കിൽ, പണ്ട് ഒരു മുഖ്യമന്ത്രി ഒരു ആളെ റോഡിൽ തടഞ്ഞു നിർത്തി ഒന്ന് അവഹേളിക്കണം എന്നൊരു ഓർഡർ ഇട്ടായിരുന്നു. അപ്പോ മുഖ്യമന്ത്രി കോൺവോയ് കടന്നു പോകുന്ന റോഡിൽ ആ നടനെ തടഞ്ഞു നിർത്തുകയും ആ നടൻ അത്യാവശ്യമായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോണമെന്ന് പോലീസുകാരോട് പറഞ്ഞപ്പോ പറ്റത്തില്ല, മുഖ്യമന്ത്രിയുടെ കോൺവോയ് പോയ ശേഷമേ പോവാൻ പറ്റുള്ളൂ എന്ന് പോലീസ് പറഞ്ഞപ്പോ അവിടെയാ എന്ന് പറഞ്ഞ് ഡോറ് പതുക്കെ തുറന്ന് തൊട്ടടുത്തുള്ള പെട്ടിക്കടയിലോട്ട് പോയി അവിടുന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ചു കത്തിച്ചപ്പോ അവിടെ ജനങ്ങളെ കൊണ്ട് കൂടി അവിടുത്തെ തിരക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ആ നടനെ അവിടുന്ന് പോലീസ് കടത്തിവിട്ട ഒരു സംഭവമുണ്ട് തമിഴ്നാട്ടിൽ, അങ്ങ് ചെന്നൈയിൽ. അത് താ നമ്മ അണ്ണൻ. ఇది చుమ్మా ట్రైలర్ దమ్మా. అక్కడ చూడు, ఇండియా తిరగవచ్చు ఒరే సూపర్ స్టార్ రజనీ సార్. ఇప్పుడు చూడు, രജനീകാന്തിന്റെ പുതിയ പടമായിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് വൈബ് ഡയറക്ടറായിട്ടുള്ള ലോകേഷ് കനകരാജിന്റെ LCUലുണ്ടോ LCUലില്ലേ ഒന്നും അറിഞ്ഞൂടാ, കൂലിയുടെ ടൈറ്റിൽ ടീസർ റിലീസായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നൊന്ന് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാൻ പോകുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. രക്തം ചിന്തുന്ന പരിപാടി ആയതുകൊണ്ട് റെഡ് പോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സ്വർണത്തിന്റെ എന്തോ സംഗതി ആയതുകൊണ്ട് ഗോൾഡും കളറായിട്ട് തന്നെ കാണാനുണ്ട്. അപ്പൊ എന്താണ് പരിപാടി എന്നുള്ളത് ഒരു ഇച്ചിരി എക്സൈറ്റ്മെന്റ് ഉണ്ട്. സംഭവം കുറച്ച് എനർജി ലെവലൊക്കെ ആശാൻ പിടിച്ചിട്ടുണ്ട്. ആ സ്ഥിരം ടക് 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 എന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പാവും താത്താവും വന്നാർകൾ പോനാർകൾ, തപ്പെന്ന ശരിയെന്ന എപ്പോതും വിളയാട്. രജനി സാറിന്റെ രജനീകാന്തിന്റെ പടങ്ങള് വരുന്ന സമയത്ത് ഒരു വല്ലാത്ത ഒരു എനർജിയാണ്. അതായത് പുള്ളി ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. ബേസിക്കലി നമ്മൾ ഫുൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ പുള്ളിയുടെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്. ആ വൈബ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. சோறுண்டு சுகமுண்டு மதுவுண்டு மாதுவுண்டு மனமுண்டு என்றால சொர்க்கத்தில் இடமுண்டு. போடா. என்னடா நடக்குதுங்க? ஒருத்தன் கூட போன் எடுக்க மாட்டீங்க. உள்ள வந்து அவனை முடிச்சிங்களா இல்லையா? முடிச்சிடலாமா? വിക്രം വന്ന സമയത്ത് ആരംഭിച്ചിടലാമാ എന്ന് പറഞ്ഞ കമൽഹാസൻ ഉള്ളപ്പോ നമ്മുടെ അണ്ണൻ ഇവിടെ മുടിച്ചിടലാമാ എന്ന് പറഞ്ഞാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആരംഭവും ഒടുവും അതിന്റെ ഇടയിലുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും ഈ പടം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. വാച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടാ. റോളക്സ് വാച്ചാണ്, ഇതിലും വാച്ചുണ്ട്. നമ്മുടെ സൂര്യയുടെ അച്ഛൻ വല്ലതും തന്നെ അറിയാൻ വയ്യ, എന്തോ പരിപാടിയുണ്ട്. ക്യൂരിയോസിറ്റിയും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ട്രെൻഡും ആയിട്ടുണ്ട്. പടം ബാക്കി വെയിറ്റിംഗ് ആണ്, ഇനി നന്നായിട്ട് വരുമായിരിക്കും. ഇപ്പോ വേറെ ഏതോ ഒരു പടത്തിന്റെ 170യുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ജയിലറിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ രജനീകാന്ത് ഫുൾ ഫോമിലാണ്.
ലാസ്റ്റ് ഫേസില് ഇപ്പൊ മമ്മൂക്ക കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന പോലെ രജനി സാറിന് ഒരു പീക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യിപ്പിക്കുന്നു. ബൈ.